റെസിപ്പി പറയാതെ ഞാൻ എന്താ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് ആലോചിക്കുന്നുണ്ടോ? ഒന്നുമില്ല, പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഒരു മന്തി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എങ്ങനെയാ, നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ ഇതേ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, അതേപോലെ കുരുമുളക്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ നമ്മളുടെ ബിരിയാണി ലീഫ് ഉണ്ടല്ലോ അത്, ഉണക്ക നാരങ്ങ, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സെല്ല ബസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഹാഫ് കുക്കാവുമ്പോൾ റൈസ് ഒന്ന് മാറ്റിയിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അതിലേക്ക് വലിയ വലിയ പീസാക്കി എടുത്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് മല്ലിയില, പുതിനയില, അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും, കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഏതെങ്കിലും ഒരു അറബിക് മസാല ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മന്തി മസാലയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ഉണക്കനാരയും കൂടി ഇട്ടിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഇത് ചിക്കൻ ഇതുപോലെ ഒന്ന് മറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു കുറച്ച് ഗ്രേവിയും അതേപോലെ തന്നെ ഈ ഒരു ഓയിലും കൂടിയുള്ള ഈ ഒരു കുറച്ച് ഗ്രേവി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി നമ്മൾ ഈ ഒരു ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക. ഒരു ഹാഫ് പോർഷൻ റൈസ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവി ഇട്ട് കൊടുക്കുക. വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലിട്ട് വീണ്ടും ഈ ഒരു ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇനി ഫുഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പച്ചമുളക് ഒന്ന് കുത്തി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാനായിട്ട് ഞാനിതേ ഒരു പാത്രത്തിലോട്ട് ചാർക്കോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഇനി ഇത് നമുക്കൊരു എന്താ പറയുക, ഇരുമ്പ് ചട്ടിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ നന്നായിട്ടൊന്ന് നമ്മൾ ദം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതിന് ഈ ഒരു ചാർക്കോളിൻ്റെ അത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് റൈസൊക്കെ ഭയങ്കര കളർഫുൾ ആയിരിക്കും. നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമ്മുടെ റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒരു ചെറിയ പീസ് ചിക്കനും കുറച്ച് മയണൈസും അതേപോലെ തന്നെ റൈസും കൂടി കൂട്ടിയിട്ട് ഒരു വീഡിയോ അങ്ങ് പിടിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.